ഹായ് ഗൈസ്, ഇത് നമ്മളുടെ പുതിയ യൂട്യൂബ് ചാനൽ മൈ ഫാമിലി. യെസ്, ഇത് നമ്മളുടെ പുതിയ യൂട്യൂബ് ചാനലാണ് മൈ ഫാമിലി. നമ്മളുടെ ഫാമിലിയിലെ കുറേ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ രാകേഷ്, ഇത് ഇവരുടെ മകൻ കേശു. ഇനി ഒരാളൂടെ ഉണ്ട്, എൻ്റെ വൈഫ്. എൻ്റെ അമ്മ ഓഫീസിലാണ് ജോലി ചെയ്യാനായിട്ട് പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം ജോലി കഴിഞ്ഞു, ഇനിയിപ്പോൾ തിരിച്ചു വരാൻ ജോലി ഓഫീസിൽ നിന്ന് തീരാൻ സമയമായി. നമ്മളവളെ വിളിക്കുന്നതിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ കല്ലുവാതുക്കലാണ്. അപ്പോൾ ഇവൾ ജോലി ചെയ്യുന്നത് പാരിപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് കൊല്ലം ജില്ലയുടെ ബോർഡർ ഭാഗം, കൊല്ലം ജില്ല അവസാനിക്കുന്ന ഭാഗത്താണ് അവൾ ജോലി ചെയ്യുന്നത്. അവിടുത്തെ ഒരു പോസ്റ്റൽ ഓഫീസിലാണ്, പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി. അപ്പോൾ ഇന്ന് അവളെ വിളിക്കാനായിട്ട് ഞാനും കേശവും കൂടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ വീഡിയോ, എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി അതൊക്കെ എടുത്താൽ മതി. അപ്പോൾ നമ്മളെ അത്ര മണി ഇടയ്ക്കിടയ്ക്ക് വിളിച്ചാൽ മതി, മെമ്മറി തീർന്നു വണ്ടികൾ. ഇത് മീനമ്പലം, ഞാൻ പറയുമ്പോൾ എന്നെ തിരിച്ചാൽ മതി. ഇതിപ്പോൾ മീനമ്പലമാണ് ഗൈസ്. ഇപ്പം നമ്മൾ മീനമ്പലത്തിലാണ്. അവളെ വിളിക്കാം. അയ്യോ, അത് തന്നെ, ഇപ്പൊ കണ്ടത് തന്നെ. നീ വിളി കോളി ചെവി എവിടെ വയ്ക്കുന്നു അവര്. ലൗഡ് സ്പീക്കറുണ്ട്, ഒരു സ്പീക്കറിന്റെ പടം ഉണ്ടല്ലോ, അതിനാ ചെക്ക്. അറിയോ? അതല്ല സ്പീക്കറിന്റെ മൈക്കിന്റെ പടമുള്ള ഇല്ലേ? ഏറ്റവും താഴെ ഒരു വെളുത്ത് കാണുന്നത് നിന്റെ വിരളിക്കുന്ന ചോപ്പിന്റെ ഇപ്പുറം. അത് നീ അവിടെ നിപ്പോണ്ട, അവനകത്തിരിക്കുക. നമ്മളങ്ങോട്ട് വന്നിട്ട് അവിടെ മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിലെത്തി. അടച്ച ഫോണ കോഫി. ഇത് നമ്മുടെ സ്ഥലത്തെ കൊല്ലം ജില്ലയിലെ ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് നമ്മുടെ വീടിനടുത്താണ്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് കുറച്ചടുത്തത്ത് വന്നാൽ ഇതാണ് ഈ കാണിക്കുന്നത്. ഇതാണ് മെഡിക്കൽ കോളേജ്. ജംഗ്ഷൻ എത്താറായി. ചാരിയിരിക്കും, എപ്പോഴും സീറ്റിൽ അങ്ങനെ നൂന്നിരിക്കരുത് കേട്ടാ. വണ്ടി ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്ക് നീ ബാക്കിലോട്ട് വന്ന് പിടിക്കുമ്പോഴത്തേക്ക് താഴ്ത്തി പോയി, കുറച്ചുകൂടെ താഴ്ത്തി, അത്രയും ഹൈറ്റ് ഇരിക്കണ്ട. നിന്റെ കൈ ഇഴയ്ക്കുമ്പോൾ നാട് ഇവിടെ ഇങ്ങനെ ഞെക്കിയാൽ മതി. കൈ ഇഴയ്ക്കുമ്പോൾ കേട്ടോ, ഫോൺ ഓഫ് ആക്കിയിട്ട് വെക്കണം. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് തിരി എന്നെ കാണിച്ച് ബാക്ക് വശം കാണിച്ച്. ഓക്കെ ഓണാണ്. അപ്പോൾ ഇത് വണ്ടികളുടെ തിരക്കാണ് ഇവിടെ എന്ന് പറയുന്നത്. ഏറ്റവും അധികം ബ്ലോക്കുള്ള ഒരു സ്ഥലമാണ്, രാവിലെയും വൈകുന്നേരവും. അവൾ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. ആ ബാക്കിൽ വണ്ടി ഒന്ന് കാണിച്ചടാ കേശു. തിരിച്ച് ഫോൺ അടിക്കുന്നതിന് എത്രയിട്ട് ബാക്കിൽ വന്ന് കിടന്ന് ഫോൺ അടിക്കും. ഇത്രയും തിരക്കുള്ള അവന്മാർക്ക് കാണാം. അവിടെ പോണ്ട്, അവിടെ നോക്കി പോണേ. അങ്ങോട്ട് അങ്ങ് നിൽപ്പുണ്ട്. ഇത് ബസ് സ്റ്റോപ്പിന്റെ അവസ്ഥയാണ്. അത് അത്രയും പിടിക്കില്ല ആൾക്കാർ. എടുത്തോട്ടെ. ഇവിടെ നിൽപ്പുണ്ട്. ഈ യുവതിയെ വിളിക്കാനാണ് ഞങ്ങൾ വന്നത്. അതാണ് നീ അകത്ത് ബാക്ക് ചാരി ഇരുന്നോ.
കേറുന്നുണ്ട്. ദാ കേറ്. അപ്പോൾ നമ്മളെ മൂന്നാമത്തെ ആള് വന്നിട്ടുണ്ട് ഇവിടെ. നമ്മുടെ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ, ഫസ്റ്റ് വീഡിയോ ആണ്. പുതിയ ചാനലിലെ ഫസ്റ്റ് വീഡിയോ നിന്നെ വിളിക്കാൻ വരുന്നത്. എനിക്ക് വായിക്കാം. നിന്റെ ഇതൊക്കെ തീർന്ന, വിഷമമൊക്കെ തീർന്ന? വിഷമമല്ല, രാവിലെയൊക്കെ ഭയങ്കര ചൂടായിരുന്നു. നിങ്ങളത് വണ്ടി കയറുന്ന കുലിക്കുകയല്ലേ? ഇങ്ങനെ വെച്ചിരുന്നാലോ കേശു? ഇങ്ങനെ വെച്ചിരുന്നാ ഒന്നും കിട്ടത്തില്ല. ഇങ്ങനെ വെക്കണം. അതാ ഞാൻ എന്തെങ്കിലും മേടിച്ചത്. ഇങ്ങനെ നൂറ് തന്നെ ഇരിക്കണം. ഈ ചെറുക്കനുണ്ടല്ലോ, ഞാൻ ഇവന്റെ ഒരു ഇത് മാറാൻ വേണ്ടിയാണ് ഞാൻ അത് കൊള്ളാം. നമ്മൾ രണ്ടുപേരും കുളിച്ചിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും കുളിച്ചു. നമ്മൾ ഇന്ന് ആദ്യമായി നമുക്ക് പുതിയ വീഡിയോ എടുത്തിട്ട് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തിൽ ചെയ്ത പരിപാടിയാണ്. അപ്പോഴാണ് നമ്മൾ നിന്നെ നമുക്ക് പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നുമില്ല, വേറെ പലതൊക്കെ ചിന്തിച്ചു ഞാൻ പോലെ ഇടുന്നത്. അപ്പോഴത്തേക്കാണ് നിന്നെ വിളിക്കാൻ വരണം. അതാണ് പിന്നെ നമ്മൾ നിന്നെ വിളിക്കാൻ വരണം. അപ്പൊ എന്താ, അപ്പോഴേ നമ്മൾ തയ്യാറാക്കി നിങ്ങൾ നിന്നെ വിളിക്കാൻ വരിക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. കണ്ടന്റ് പാരിപ്പള്ളി, കല്ലുവാതിക്കലൊക്കെ നമ്മൾ പറഞ്ഞ് കുറെ പരിചയപ്പെടുത്തി. നമ്മളിങ്ങനെ ശരിയായിട്ടുണ്ട്. ശരിയായോ? ഇനി നമുക്ക് അടുത്ത ദിവസം ഇറങ്ങാം. നമുക്ക് പുതിയൊരു ഷൂ മേടിക്കണം. ആ ഷൂ നല്ല ടൈറ്റ് ഉണ്ട്, നല്ല ടൈറ്റ്. ഇനി നമ്മള് കോസ്മോസിൽ പോകും. കൊല്ലത്ത് കോസ്മോസിൽ പോയി, സ്പോർട്സിന്റെ കടയാ, അവിടെ പോയി. അവിടെ പോയി ഷൂവും മറ്റു സാധനങ്ങളും മേടിക്കണം. നമ്മൾ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, നമ്മൾ താഴെ പൊങ്ങി. കുറച്ചാകുമ്പോൾ ബൈക്കിൽ ഇതെനിക്കോടെ സംഭവം എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇതെന്തൊരു സാധനം? ഇത് എനിക്ക് തോന്നുന്നത് എന്തിനാണെന്നറിയില്ല, പണ്ടിന്റെ റോഡിലൊക്കെ വലിയ ടോളൊക്കെ കൊടുക്കുന്നതല്ലേ ഇത്? അതാണ്, അത് അപ്പുറത്തെ റോഡിൽ പോകാനാണ്. ഇത് അപ്പുറത്തെ റോഡൊന്നും ഇല്ല. നോക്ക്, എന്തോ സാധനം അറിയത്തില്ല. ഏത് വഴി പോണം? മാടൻകോഴി പോന്നോ? ഗ്രൗണ്ടിലൂടെ പോവുകയാണ്. നമ്മുടെ പഞ്ചായത്തിലെ ഏക സുഖം. ഇതുവഴി പോയാൽ നമുക്ക് പണിയാവും. ഇതാണ് കുഴപ്പം. അവിടുന്ന് ഇവിടുന്നൊക്കെ ചാടി വരും. പശുത്തിരി പിടിച്ചാടാ, നമുക്ക് അതുവഴി പോകാം. നമ്മൾ കയറി വരുന്നുണ്ടോ? ഇവിടെ നിന്ന് മറ്റു വണ്ടികളൊക്കെ ബ്ലോക്ക് ആക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെയൊക്കെ പോണേ കേട്ടോ.